അദ്ദേഹം ഇപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നം ആരംഭിച്ചിരിക്കുന്നത്. ആ യുദ്ധം അവസാനിപ്പിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും നോബൽ എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം നോബൽ സമ്മാനത്തിൻ്റെ കമ്മിറ്റി ഇരിക്കുന്നത് യൂറോപ്പിലാണ്. അതുകൊണ്ട് അവിടെയുള്ളൊരു യുദ്ധം യൂറോപ്യന്മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ തീർച്ചയായും നോബൽ കിട്ടും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പുടിനുമായിട്ട് സംസാരിക്കാനായിട്ട് സ്വന്തം മരുമകനെ തന്നെ അങ്ങോട്ട് അയച്ചു. വേറെ ഒരാൾ സ്റ്റീവ് വിറ്റ്കോഫ്. ഈ രണ്ടുപേരെയുമാണ് മോസ്കോയിലേക്ക് കഴിഞ്ഞ ദിവസം അയച്ചത്. രണ്ടുപേർക്കുള്ള ഗുണം, രണ്ടുപേരും നയതന്ത്രത്തിലൊന്നും അടിത്തറയുള്ള ആളുകൾ, രണ്ടുപേരും ബിസിനസ്സുകാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് വിമാനത്തിൽ മോസ്കോയിൽ ചെന്നു. മോസ്കോയിൽ പുടിനുമായിട്ട് 5 മണിക്കൂർ ദീർഘമായിട്ട് ചർച്ച നടത്തി. വലിയ ചർച്ചയായിരുന്നു, ഗംഭീരമായിട്ടുള്ള ചർച്ച. 3 പേരാണ് അമേരിക്കൻ ഭാഗത്ത്, 4-5 പേര് പുടിൻ്റെ ഭാഗത്ത് ഇരുന്ന് ചർച്ച ചെയ്തു. പ്രശ്നം ഇപ്പം തീരും എന്നുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷ അങ്ങനെ നീണ്ടു പോയി.